ലോകത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തം. അത് അസാധ്യവുമാണ്. പക്ഷേ ലോകത്തെ മാറ്റിമറിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നാം മാറുക. അപ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള ലോകവും പരിവർത്തന വിധേയമാകും. ഭഗവാൻ ബാബ ലോകത്തിന് നൽകുന്ന സന്ദേശവും ഇതാണ്. സ്വയം മാറുക, ലോകത്തെ മാറ്റുക. ഇങ്ങനെ സ്വയം മാറാനുള്ള വഴികളെക്കുറിച്ച് ശ്രീ സത്യസായി പബ്ലിക്കേഷൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പ്രൊഫസർ ഇ മുകുന്ദൻ്റെ മാറാം നമുക്ക് മാറ്റാം എന്ന പുസ്തകത്തിൽ നിന്നും. കൊടുക്കുവാൻ പഠിക്കുക, അതാണ് സേവന മന്ത്രത്തിൻ്റെ രഹസ്യം. എങ്ങനെ കൊടുക്കണം? ഇതെൻ്റെ ധർമ്മമാണ്. കൊടുക്കുവാനാണ് ഞാൻ ജനിച്ചത് തന്നെ. ഈ സത്യം മനസ്സിലാക്കി വേണം കൊടുക്കുവാൻ. എന്തു കൊടുക്കണം? ഉള്ളത് കൊടുക്കണം. എത്ര കൊടുത്തു എന്നതിലല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നതിലാണ് കാര്യം. അതുകൊണ്ടാണ് ഭഗവാനെ ഭാവഗ്രാഹി എന്ന് ഋഷിമാർ സ്തുതിച്ചത്. കൊടുക്കുക എന്നാൽ വിതയ്ക്കുക എന്നാണ് അർത്ഥമെന്ന് വിനോബാജി പറയുന്നു. വിത്ത് വിതച്ചാൽ 10 മടങ്ങല്ലേ കൊയ്തെടുക്കുക? അതുപോലെ നാം കൊടുക്കുന്നതെന്തും 10 മടങ്ങായി തിരിച്ചു കിട്ടും. നന്മ വിതച്ചാൽ 10 ഇരട്ടി നന്മ കൊയ്യാം. തിന്മ വിതച്ചാലോ 10 ഇരട്ടി തിന്മയും. ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വാമി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. സേവിക്കുന്നതിലൂടെ നീ മറ്റാരെയുമല്ല, നിന്നെ തന്നെയാണ് സഹായിക്കുന്നത്. ഒരിക്കൽ ഭഗവാൻ ബാബയുടെ ഒരു ഭക്തൻ ചിക്ബെല്ലാപൂരിൽ വെച്ച് കാർ അപകടത്തിൽപ്പെട്ടു. തിരക്കേറിയ റോഡിൽ ഈ അപകടത്തിന് ഏതാനും നിമിഷം മുമ്പ് അപ്രതീക്ഷിതമായ കാരണങ്ങൾ മൂലം ഗതാഗതം നിലയ്ക്കുകയുണ്ടായി. അതിനാൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം തലകുത്തി മറിയുമ്പോൾ മറ്റൊരു വാഹനവും തിരക്കേറിയ ആ റോഡിൽ ഉണ്ടായില്ല. ഗതാഗതം ഉണ്ടായിരുന്നെങ്കിൽ അപകടം ഭയങ്കരമാകുമായിരുന്നു. അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. വണ്ടി മറിയുന്ന സമയത്ത് പ്രശാന്തി നിലയത്തിൽ ഭഗവാൻ ബാബ പറഞ്ഞു, അവൻ്റെ പൂർവകർമ്മ ഫലം അനുഭവിക്കാനുള്ള സമയമായി. രക്ഷിക്കപ്പെടാനായി അവൻ ചെയ്ത സുഹൃതം എത്രയെന്ന് ഞാൻ നോക്കുമ്പോഴേക്കും അവൻ ചെയ്ത പുണ്യകർമ്മ ഫലങ്ങളുടെ ഫലം അവനെ രക്ഷിക്കാനായി. എന്നോട് ചോദിക്കാതെ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഗതാഗതം നിലച്ചു. അല്ലെങ്കിൽ ആ അപകടം എത്രയോ ഭീകരമാകുമായിരുന്നു. സ്വാമി തുടർന്നു, ഭഗവാൻ ഇഷ്ടപ്പെടണം എന്ന പ്രാർത്ഥനയോടെ എത്രയോ പെൺകുട്ടികളെ അവൻ വിവാഹം ചെയ്യാൻ സഹായിച്ചു. എത്രയോ പേർക്ക് പാർപ്പിട സൗകര്യം ഒരുക്കി. എത്രയോ ഗൃഹങ്ങളിൽ ആഹാരം എത്തിച്ചു. ആ പുണ്യകർമ്മഫല സഞ്ചയം അവന് ദോഷസമയത്ത് തുണയായി തീർന്നു. കൊടുത്താലേ കിട്ടൂ എന്ന് വ്യക്തമായല്ലോ. കൊടുക്കുക എന്നാൽ പണം കൊടുക്കുക എന്ന് മാത്രമല്ല അർത്ഥം. നമ്മുടെ സമയം, ശാരീരിക അധ്വാനം, നല്ല വാക്ക്, അഭിനന്ദനം, പുഞ്ചിരി, ക്ഷമയോടെ ഒരുവൻ്റെ പ്രശ്നം കേൾക്കൽ, ഇതെല്ലാം കൊടുക്കുക എന്ന് നിർവചിക്കാം. ഇനി ഒരു അജ്ഞാതനായ എഴുത്തുകാരൻ്റെ കുറിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ ഞാൻ നിങ്ങളോട് യാചിച്ചു. അപ്പോൾ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ചെയ്തത്. ഞാൻ വീണ്ടും നിങ്ങളോട് കേൾക്കാനായി യാചിച്ചു. എന്തുകൊണ്ട് എൻ്റെ ഉപദേശം സ്വീകരിച്ചുകൂടാ എന്നായി അപ്പോൾ നിങ്ങൾ. വീണ്ടും കേൾക്കാനായി ഞാൻ നിങ്ങളോട് യാചിച്ചു. അപ്പോൾ എനിക്കെന്തോ ഉപകാരം ചെയ്തു തന്നു എന്ന ഭാവത്തിലായി നിങ്ങളുടെ സംസാരം. നിങ്ങൾ എൻ്റെ പാദത്തിൻ്റെ മുകളിൽ ചവിട്ടിയിരിക്കുന്ന ഷൂസ് മാറ്റാൻ പറയാനാണ് ഞാൻ ഇത്ര നേരം ശ്രമിച്ചത്. മറ്റൊരാളെ ശാന്തമായി സ്നേഹത്തോടെ കേട്ടിരിക്കാൻ കഴിയുന്നത് വലിയൊരു സേവനമാണ്. അയാളുടെ ദുഃഖഭാണ്ഡം അഴിക്കാൻ അയാളെ സഹായിക്കുന്നത് നല്ലത് തന്നെ. അയാൾക്ക് അത്രയും ആശ്വാസമാകുമല്ലോ. ആ സംസാരം പരദൂഷണത്തിലേക്കും മറ്റും വഴുതിപ്പോകാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. കൊടുക്കുമ്പോഴുള്ള സുഖം കൊടുത്താലേ അറിയൂ. ഒരിക്കൽ നാട്ടിലെ ഉത്സവപ്പിരിവ് കമ്മിറ്റിക്കാർ ഒരു ധനിക ഗൃഹത്തിലെത്തി. ധനികൻ സ്വതവേ പിശുക്കനാണ്. കമ്മിറ്റിക്കാർ പണമൊന്നും ചോദിച്ചില്ല.
ഒരേ ഒരു കാര്യമേ അവർ ആവശ്യപ്പെട്ടുള്ളൂ: വലിയ ഒരു തുകയുടെ ചെക്ക് കൊടുക്കുക. ഇത് കാണിച്ച് മറ്റുള്ളവരിൽ നിന്നും ഇദ്ദേഹം ഇത്രയും തന്നല്ലോ എന്ന് പറഞ്ഞ് ധനം സമാഹരിക്കും. ഒടുവിൽ ചെക്ക് തിരിച്ചു നൽകാം. പിശുക്കന് സന്തോഷമായി. ഛേദമില്ലാത്ത ഉപകാരം എന്ന് കണക്ക് കൂട്ടി. മാത്രമല്ല, താൻ വലിയ തുക കൊടുത്തെന്ന ഖ്യാതിയും നേടാം. അങ്ങനെ അയാൾ ചെക്ക് കൊടുത്തു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭാരവാഹികൾ ചെക്ക് മടക്കി കൊടുക്കാൻ ധനികൻ്റെ വീട്ടിലേക്ക് ചെന്നു. അയാൾ ചെക്ക് വാങ്ങിയില്ല. അവർ അത്ഭുതത്തോടെ കാര്യം തിരക്കി. ധനികൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ ചെക്ക് വെറുതെ തന്നിട്ട് കൂടി എനിക്ക് മനസ്സിന് നല്ല സുഖം. അപ്പോൾ ഞാനത് കാര്യമായി തന്നാൽ എന്തായിരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കൊടുക്കുന്നതിൻ്റെ സുഖം ഞാൻ അറിഞ്ഞു. മനസ്സറിയാതെ കൊടുത്താൽ ഇതാണ് ഫലമെങ്കിൽ മനസ്സറിഞ്ഞു കൊടുത്താലുള്ള സുഖം അനുഭവം തന്നെ. കൊടുക്കുന്നതിന് മുൻപ് സ്വയം ചിന്തിക്കണം, സ്വയം ചോദിക്കണം, ഇത്രയും മതിയോ, ഇത്രയുമാണോ എനിക്ക് കഴിയുന്നത്? കാരണം മനസ്സിൻ്റെ ഒളിച്ചുകളി അത്ഭുതകരമാണ്. ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ. നാം എവിടെയെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് പോരുമ്പോൾ അവർ കൂലിയായി 10 രൂപ തന്നെന്ന് കരുതുക. നമുക്കത് തുച്ഛമായി തോന്നും. പക്ഷേ നാം ഒരു യാചകന് 10 രൂപ കൊടുക്കാൻ നിശ്ചയിച്ചെന്ന് കരുതുക. നമുക്കത് വലിയ തുകയായി തോന്നും. ഞാൻ 10 രൂപ കൊടുത്തു എന്ന് പറയുകയും ചെയ്യും. ഇവിടെ തുകയല്ല, തുക കൊടുക്കുന്നതിലെ മനോനിലയിലാണ് മാറ്റം കാണാൻ സാധിച്ചത്. എവിടെയാണ് കൊടുക്കേണ്ടത്? ഇവിടെ. എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ. ആരാണ് സ്വീകരിക്കാൻ അർഹൻ? നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളവൻ തന്നെ. ഇതാണ് ശരിയായ മാനദണ്ഡം. ഒരു ഉദാഹരണത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കാം. ഒരു ഗ്രാമത്തിൽ 3 തയ്യൽ കടകൾ തുടങ്ങി. 3ൻ്റെയും പേര് ഇങ്ങനെയായിരുന്നു: 1 ബെസ്റ്റ് ടൈലർ ഇൻ ദ സിറ്റി, 2 ബെസ്റ്റ് ടൈലർ ഇൻ ദ വേൾഡ്, 3 ബെസ്റ്റ് ടൈലർ ഇൻ ദ സ്ട്രീറ്റ്. അവനവൻ്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ് ബെസ്റ്റ് ആകേണ്ടത്. അതുകൊണ്ട് പ്രയോജനമുണ്ടാകൂ. അകന്നു നിൽക്കുന്നവരെയല്ല, അടുത്തു നിൽക്കുന്നവരാണ് നമ്മെക്കുറിച്ച് നല്ലത് പറയേണ്ടത്. ഒരു സംസ്കൃത കവി പറയുന്നു, ദൂരെ നിൽക്കുന്ന മലകൾ കാണാൻ വളരെ മനോഹരം, പക്ഷേ അതിനോട് സമീപിക്കുമ്പോഴേ മലയുടെ പരുക്കൻ പ്രകൃതം നേരിട്ടറിയൂ. നമ്മെ അറിയാത്തവർ നാം നല്ലവരെന്നും വലിയവരെന്നും പറഞ്ഞേക്കും. നമ്മോട് എന്നും ഇടപഴകുന്നവരാണ് നമ്മെക്കുറിച്ച് വിലയിരുത്താൻ യോഗ്യർ. നാം ആദ്യം ചർച്ച ചെയ്തതുപോലെ സേവനത്തിൻ്റെ എണ്ണത്തിലല്ല, ഭാവത്തിലാണ് കാര്യം. ഈ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തു കാര്യം? ലോകം മുഴുവനും ദുരിതമയം. ഞാനൊരാൾ കുറച്ചു പേർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് എന്താ കാര്യം? ഇത്തരം ചിന്തകൾ പലർക്കും ഉണ്ടാകാറുണ്ട്. ഈ ചിന്ത ശരിയല്ല. കാരണം ലോക സേവന രംഗത്ത് അറിയപ്പെട്ടിരുന്ന മഹത്തുക്കളും മഹാന്മാരുമെല്ലാം തങ്ങളുടെ ചുറ്റുവട്ടത്ത് മാത്രം പ്രവർത്തനം ആരംഭിച്ചവരാണ്. ഒരാൾ ഇരുട്ടിൽ നിൽക്കുകയാണ്. കയ്യിലൊരു കത്തുന്ന മെഴുകുതിരി. നിശ്ചലമായി നിൽക്കുന്ന അയാളോട് കാര്യം തിരക്കി. അയാൾ പറഞ്ഞു, നോക്കൂ, എന്തൊരിരുട്ട്! ഈ വെളിച്ചം 3 അടി ദൂരം മാത്രമേ ചെല്ലുന്നുള്ളൂ. ഈ വെളിച്ചം കൊണ്ടെങ്ങനെ ഞാൻ ഇനിയുള്ള ദൂരം മുഴുവനും പോകും? അപ്പോൾ ചോദിച്ചയാൾ പറഞ്ഞു, താങ്കൾ മെല്ലെ നടക്കൂ, അതോടൊപ്പം വെളിച്ചവും നീങ്ങുമല്ലോ. എത്ര കിലോമീറ്റർ ദൂരവും ഈ കൊച്ചു വെളിച്ചം കൊണ്ട് നിങ്ങൾക്ക് താണ്ടാം. നിങ്ങൾ നടക്കണമെന്നേ ഉള്ളൂ. സേവന രംഗത്തെ മനോനില മറ്റൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. വേലിയേറ്റം ഉണ്ടായപ്പോൾ കടൽ തീരത്ത് ധാരാളം ജലജീവികൾ അടിഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ കനിവ് തോന്നി അതിനെ
ഓരോന്നായി എടുത്ത് കടലിലേക്ക് ഇടാൻ തുടങ്ങി. ഇത് കണ്ട് മറ്റൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇതെന്തൊരു പാഴ്പണിയാണ് അനുജ. ഈ തീരം മുഴുവനും കിടക്കുന്ന ഇവറ്റകളെ രക്ഷിക്കാൻ നിനക്കാകുമോ? ദേ ഇതും രക്ഷപ്പെട്ടു. ഒരു മത്സ്യത്തെ കൂടി എടുത്ത് കടലിലേക്ക് ഇട്ടുകൊണ്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ്റെ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. ഒരെണ്ണത്തിനെയെങ്കിലും രക്ഷപ്പെടുത്തുക, അതായത് നമുക്കാവുന്നത് മാത്രം ചെയ്യുക, അത്രമാത്രം. ഭഗവാൻ ബാബ പറയാറുണ്ട്, ഡു യുവർ ബെസ്റ്റ്, ഐ വിൽ ഡു ദ റെസ്റ്റ്. നമുക്കാവുന്നത്ര നന്നായി ചെയ്യുക, ബാക്കിയുള്ളത് പൂർത്തീകരിക്കേണ്ട ജോലി ഈശ്വരൻ്റേതാണ്. നാം പാതി ദൈവം പാതി എന്ന് പറയാറില്ലേ? നമ്മുടെ പാതി എന്നാൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി എന്നാണ് ഈശ്വരൻ്റെ ഡിക്ഷണറിയിൽ അർത്ഥം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഈശ്വരൻ്റെ കയ്യിലാണ്. തീർച്ചയായും അവിടുന്ന് അത് പൂർത്തിയാക്കുകയും ചെയ്യും. അതിനുള്ള തെളിവ് ചരിത്രം തന്നെ. നാം ചെയ്യുന്ന സേവന പ്രവൃത്തിയുടെ ഫലത്തെക്കുറിച്ചും ചിന്ത വേണ്ട എന്ന് ഗീത അടിവരയിട്ട് പറയുന്നു. കാരണം ഫലം നമ്മുടെ കയ്യിലല്ല. പ്രവർത്തിക്കാനേ നമുക്ക് സാധിക്കൂ, അതിനെ അധികാരമുള്ളൂ. ഉദാഹരണത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കാം. പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക എന്നത് മാത്രമാണ് വിദ്യാർത്ഥിയുടെ ചുമതല. പരീക്ഷയ്ക്ക് എത്താൻ കഴിയുമോ? എഴുതുവാൻ കഴിയുമോ? അസുഖം വരുമോ? പഠിച്ചത് ചോദിക്കുമോ? ചോദ്യപേപ്പർ ഔട്ടാകുമോ? ഇത്തരം എത്രയോ നൂറുകണക്കിന് പ്രശ്നങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പുണ്ടാകാം. അതൊന്നും നമ്മുടെ പിടിയിലല്ല. വിത്ത് കുഴിച്ചിടാനേ നമുക്ക് കഴിയൂ. അത് വളരുമോ? വളർന്നാൽ വലുതാകുമോ? വലുതായാൽ അതിൽ പൂവും കായും ഉണ്ടാകുമോ? ഉണ്ടായാൽ അത് ആഹരിക്കാൻ നാം ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം വിത്ത് നടുമ്പോഴല്ല. അതായത് ഫലം നമ്മുടെ കയ്യിലല്ലെന്ന് സാരം. അതുകൊണ്ടാണ് ഗീത ഉപദേശിച്ചത്, പ്രവർത്തിക്കാനേ നിനക്ക് അധികാരവും അവകാശവുമുള്ളൂ. മറ്റൊന്നും നിന്റെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് ഫലത്തെക്കുറിച്ച് പരിഭ്രമം വേണ്ട. ഇക്കാരണം കൊണ്ട് നിന്റെ കടമ ചെയ്യാതിരിക്കുകയുമരുത്. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ സൗകര്യങ്ങൾക്കും നാം സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ വൃദ്ധനായ ഒരു ഗ്രാമീണൻ തൈമാവ് കുഴിച്ചു വയ്ക്കുന്നത് കണ്ട് ഒരാൾ തിരക്കി. ഇത് വളർന്നു വലുതായി മാങ്ങയുണ്ടാകും വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമോ? ഒരു ഉറപ്പുമില്ല, വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്തിന് ഈ പാഴ്വേല ചെയ്യുന്നു? വൃദ്ധൻ പറഞ്ഞു, അനിയ, ഞാൻ നട്ടു വളർത്തിയ മാവിലെ മാമ്പഴമല്ലല്ലോ ഞാൻ ആദ്യം കഴിച്ചത്. ഞാൻ ഉണ്ടാക്കിയ വിദ്യാലയത്തിലല്ല ഞാൻ പഠിച്ചത്. ഞാൻ നട്ട തെങ്ങിലെ നാളികേരമല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ റോഡിലൂടെയല്ല ഞാൻ പോകുന്നത്. എനിക്ക് മുമ്പ് എനിക്ക് വേണ്ടി ഇതൊക്കെ ഈ സമൂഹം തയ്യാറാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് സമൂഹത്തോടുള്ള കടം തീരൂ. കടക്കാരനായി ഭൂമി വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര സുന്ദരമായ ഉദാഹരണം! അമേരിക്കയിലെ ഒരു ദരിദ്ര കുടുംബം. ഒരു ബാലനും അമ്മയും തനിച്ചാണ് താമസം. അമ്മയെ സഹായിക്കാനായി ബാലൻ തൊഴിൽ തേടിയിറങ്ങി. പരമഭക്തയായ അവൻ്റെ അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങുന്ന മകനോട് പറഞ്ഞു, നിനക്ക് കിട്ടുന്ന ഓരോ ഡോളറിനും 10 സെന്റ് നീ അടുത്തുള്ള പള്ളിയിലേക്കോ ദീനാനുകമ്പ പ്രവർത്തനങ്ങൾക്കോ എല്ലാ മാസവും കൊടുക്കണം. മകൻ സമ്മതിച്ചു. അവൻ കഠിനമായി അധ്വാനിച്ചു. ജോലിയിൽ അവൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ക്രമേണ വരുമാനം വർദ്ധിച്ചു. അമ്മയുടെ ഉപദേശം അവൻ എന്നും പിന്തുടർന്നു. അവൻ്റെ അധ്വാനഫലം മൂലം കമ്പനി പെട്ടെന്ന് വളർന്നു. താമസിയാതെ അയാൾ കമ്പനിയുടെ പാർട്ണറായി. വീണ്ടും അവൻ്റെ വരുമാനം വർദ്ധിച്ചു. കാരുണ്യ പ്രവർത്തനത്തിന് കൊടുത്തിരുന്ന 10%
20% അവൻ ഉയർത്തി. കമ്പനി വീണ്ടും വളർന്നു. അയാൾ കമ്പനി ഉടമയായി. ഒടുവിൽ തൻ്റെ സമ്പത്തിൻ്റെ പലിശ കൊണ്ട് മാത്രം തനിക്ക് സുഖമായി ജീവിക്കാമെന്ന നിലയിലായി. അതോടെ ധനം മുഴുവനും സേവന പ്രവർത്തനങ്ങളിലേക്ക് ഒഴുക്കി. ഇന്ന് നമ്മുടെയൊക്കെ കുളിമുറിയിൽ സുപരിചിതമായ കോൾഗേറ്റിൻ്റെ ഉടമ വില്യം കോൾഗേറ്റിൻ്റെ വിജയകഥയുടെ ചുരുക്കമാണിത്. അമ്മ പഠിപ്പിച്ച മഹത്തായ പാഠം ആ ബാലനെ വിശ്വപ്രസിദ്ധനായ ഒരുവനാക്കി. മനസ്സറിഞ്ഞ് പ്രേമഭാവത്തോടെ കൊടുക്കുന്നവനെ സേവിക്കാനായി ലോകം മുഴുവനും കാത്തിരിക്കും. ഇതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, നാം അത്ഭുതങ്ങൾക്കായി പ്രാർത്ഥിക്കണം, നല്ല ഫലം ഉണ്ടാകാനായി യത്നിക്കണം. നമ്മുടെ പ്രാർത്ഥന ഫലവത്തായാൽ അത് നമ്മേക്കാൾ ഭാഗ്യം കുറഞ്ഞവർക്ക് പങ്കിട്ട് അങ്ങനെ നമ്മുടെ നന്ദി ദൈവത്തെ അറിയിക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അകമഴിഞ്ഞു സ്നേഹിക്കുന്നുവെന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കയ്യിൽ എന്തുമാത്രം ബാക്കിയുണ്ട് എന്നതിലല്ല, നാം എത്ര കൊടുത്തു, എങ്ങനെ കൊടുത്തു, ഇതാണ് ദൈവം ശ്രദ്ധിക്കുന്നതും വിലയിരുത്തുന്നതും.